നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി അസൈൻമെൻറ്റിൻ്റെ ഭാഗം ഈ ഞായറാഴ്ചത്തെ ക്ലാസ്സിൽ നമുക്ക് ശരിയായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റിയില്ല. നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മളതിൻ്റെ വീഡിയോ ഇടുന്നു. അതിലെ എല്ലാ പ്രോബ്ലംസും നോക്കുക. അത് നോക്കിയിട്ട് ഈ 4-5 പ്രോബ്ലം ഒഴികെ ബാക്കിയെല്ലാം ഡയറക്റ്റായിട്ടുള്ളത് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിലെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം സ്വന്തമായി ഒരു ബിലോ ആവറേജ് ഉള്ള ഒരു വിദ്യാർത്ഥിക്ക് നോട്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ബാക്കിയൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, പ്രധാനപ്പെട്ട പ്രോബ്ലംസ് മാത്രം നമ്മൾ ചർച്ച ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഹൗ വുഡ് യു ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സിസ്റ്റം? മഗ്നീഷ്യം 2+ ബാർ Mg. ഇലക്ട്രോഡ് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ നടത്തുക. സിങ്ക് ഇലക്ട്രോഡ് എങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ നടത്തുക? സിങ്ക് 2+ ബാർ Zn. എങ്ങനെയാണ് മെർക്കുറി നമ്മൾ റെപ്രസെൻറ്റേഷൻ നടത്തുക? Hg+ ബാർ Hg. കോപ്പർ ഇലക്ട്രോഡോ? കോപ്പർ 2+ ബാർ കോപ്പർ. ശരി, ഇവിടെ നമ്മൾ മഗ്നീഷ്യം ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, റഫറൻസ് ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റഫറൻസ് ഇലക്ട്രോഡ് ഹൈഡ്രജൻ നമ്മളിവിടെ കാഥോഡാക്കി വയ്ക്കും. കാരണം മഗ്നീഷ്യത്തിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ 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 കുറവാണുള്ളത്. അതിനേക്കാൾ കൂടുതലാണ് ഹൈഡ്രജൻ ഉള്ളത്. അതുകൊണ്ട് മഗ്നീഷ്യം ഇവിടെ ആനോഡായും ഹൈഡ്രജൻ ഇലക്ട്രോഡ്, റഫറൻസ് ഇലക്ട്രോഡ് ഇവിടെ കാഥോഡായും ഉപയോഗിക്കുന്നു. ഇനി മഗ്നീഷ്യം അല്ല, നിങ്ങൾ കോപ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹൈഡ്രജൻ റഫറൻസ് ഇലക്ട്രോഡ് ഹൈഡ്രജൻ എന്തായിട്ട് ഉപയോഗിക്കുക? അവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ ആനോഡായിട്ടാണ് ഉപയോഗിക്കുക. കോപ്പർ ഇലക്ട്രോഡ് കാഥോഡായിട്ട് ഉപയോഗിക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനോസ്കോപ്പിൽ ഡിഫ്ലക്ഷൻ അനുസരിച്ച് നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ ചെയ്യേണ്ട പരിപാടി മഗ്നീഷ്യം ഇലക്ട്രോഡ് എടുക്കുക. പിന്നെ നമ്മൾ ഏതിൻ്റെയാണോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യേണ്ടത് അവനെ സ്റ്റാൻഡേർഡാക്കി ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ എടുക്കുക. അതിനുവേണ്ടി ഇവിടെ അവർ ചെയ്യുന്നത് മഗ്നീഷ്യം 1 മോളാർ സൊല്യൂഷനാണ്. ഏതിൻ്റെയാണോ എടുക്കുന്നതെങ്കിൽ അത് 1 മോളാർ അവർ എടുത്തു വയ്ക്കണം. എന്നിട്ട് സ്റ്റാൻഡേർഡ് റഫറൻസ് ഇലക്ട്രോഡുകൾ നമ്മൾ സൈഡിൽ കൊണ്ടുവന്ന് വയ്ക്കണം. രണ്ടും കൂടെ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണെന്ന് പറയുന്നുണ്ട്. പ്ലാറ്റിനം പ്രസൻസിലെ ഹൈഡ്രജൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ബബിൾ ചെയ്യുന്നു. അത് 1 മോളാർ HCl സൊല്യൂഷനിലൂടെയാണ് അത് ബബിൾ ചെയ്യുന്നത്. ആ കാര്യം പറയണം. അപ്പോൾ ഇവിടെ ആനോഡായിട്ട് വെച്ചിരിക്കുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോഡും കാഥോഡായിട്ട് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് മഗ്നീഷ്യം ഇലക്ട്രോഡുമാണ്. എന്നിട്ട് അതിൻ്റെ ഫോർമുല നമ്മൾ കൊടുത്തു. E0 സെൽ = സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് റൈറ്റ് മൈനസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ലെഫ്റ്റ്. എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഈ റൈറ്റ് എന്ന് പറയുന്നത് റിഡക്ഷൻ നടന്നതിനെയാണ് സൂചിപ്പിക്കുക. ലെഫ്റ്റ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നടക്കുന്നതിനെ. ഇവിടെ റിഡക്ഷൻ നടക്കുന്നതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അത് 0 ആണ്. അതെല്ലായ്പ്പോഴും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ E0 സെൽ സമം 0 മൈനസ് E0 ഓഫ് ലെഫ്റ്റ്. നമ്മളവിടെ കൊടുക്കുന്ന സമയത്ത് E0 സെൽ എന്ന് പറഞ്ഞിട്ട് നോക്കുക. ഇവിടെ ഏറ്റവും അവസാനത്തെ വരിയിലേക്ക് നോക്കുക. E0 സെൽ E0 ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് മൈനസ് E0 ഓഫ് മഗ്നീഷ്യം ഇലക്ട്രോഡ്. അവിടെ G എന്നുള്ളത് വിട്ടുപോയിൻ്റെ M എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മഗ്നീഷ്യം ഇലക്ട്രോഡ്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഭാഗം നമ്മൾ 0 ആക്കി കൊടുത്തു. അപ്പോൾ E0 ഓഫ് സെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ വോൾട്ട് മീറ്ററിലെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, EMF എന്ന് പറയുന്നത്, E0 സെൽ എന്ന് പറയുന്നത് ആ വോൾട്ട് മീറ്ററിലെ ഡിഫ്ലക്ഷൻ ആയിരിക്കും. അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മൈനസ് E0 ഓഫ് മഗ്നീഷ്യം 2+. അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് മീറ്ററിലെ ഡിഫ്ലക്ഷൻ ഇത്ര വോൾട്ട് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് E0 ഓഫ് മഗ്നീഷ്യം ഇലക്ട്രോഡ്, സ്റ്റാൻഡേർഡ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോഡ്. ഇത് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇതുപോലെ പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ഇവിടെ ഒരു സെല്ല് റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണ്. ആ സെൽ റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യം പ്ലസ് 2 Ag+ അല്ലേ ഗീവ് Mg2+ പ്ലസ് 2 Ag. അതിൻ്റെ E0 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾ ഇക്വേഷൻ എഴുതി. Mg
പ്ലസ് 2 Ag പോസിറ്റീവ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് ഗീവ്സ് Mg2 പോസിറ്റീവ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 2 Ag. ഇനി നമ്മൾ സെൽ പൊട്ടൻഷ്യൽ EMF ഇസ് ഈക്വൽ ടു അതിൻ്റെ ഫോർമുലയിലേക്ക് നോക്കുക. നോട്ടിൽ ഫോർമുല എഴുതി തന്നിട്ടുണ്ട്. E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ 2. അതെങ്ങനെയാണ് വരണത്? 2.303 RT/NF എന്ന് പറയുന്ന ഈ എല്ലാറ്റിനെയും കൂടി കോൺസ്റ്റൻറ്റുകളെ എല്ലാം കൂടി സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുക. 2.303. ആറിൻ്റെ വാല്യൂ 8.31 എന്ന് കൊടുക്കാം. 2.303 R. T ടെമ്പറേച്ചർ 298 ആണെന്നുണ്ടെങ്കിൽ ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ വാല്യൂ 96520 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഇവിടെ കിട്ടും. 0.0591 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ആണ് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ 2 എന്ന് അവിടെ കൊടുത്തു. ഇനി ലോഗരിതം ഓഫ് ലോഗ് കെ, നമുക്ക് ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ആണത് ലോഗ് കെ. അപ്പോൾ ലോഗ് കെ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇക്വേഷൻ അനുസരിച്ച് ആരാ? ഈ ഇവിടെ മേലെ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് അതേ കെർസർ വരുന്നു. ഇവനെ നോക്കേണ്ട കാര്യമില്ല, ഇവൻ സോളിഡാ. ഇവനെ നോക്കേണ്ട കാര്യമില്ല, ഇവനും സോളിഡാ. അപ്പോൾ അവരുടേത് മാറിക്കഴിയുമ്പോൾ Mg2 പോസിറ്റീവ് ഡിവൈഡഡ് ബൈ Ag ഹോൾ സ്ക്വയർ. 2 Ag എന്നുള്ളത് ഇവിടെ Ag ഹോൾ സ്ക്വയർ എന്നാക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻസ് എടുത്തു. ഇതിൻ്റെ കോൺസെൻട്രേഷൻ 0.130. ഇത് എവിടെ കൊടുത്തിട്ടുണ്ട്? 130. ആരുടെ? മെഗ്നീഷ്യത്തിൻ്റെ. സിൽവറിൻ്റെ 0.001 ഹോൾ സ്ക്വയർ. നമുക്ക് വാല്യൂ നമുക്ക് കിട്ടി. ശരി, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത പ്രോബ്ലം പറഞ്ഞിരിക്കുന്ന കാര്യമുള്ളത് ഇതാണ്. കാൽക്കുലേറ്റ് ദി ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഈ റിയാക്ഷൻ്റെ ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. E0 സെല്ല് അവർ തന്നിട്ടുണ്ട്. E0 സെല്ലും ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. E0 സെൽ സമം 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് Kc. ലോഗ് Kc എന്ന് പറയുന്നതാണ് ഈക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. E0ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇക്വേഷനിലേക്ക് നോക്കുക. ഇവിടെ 2 പോസിറ്റീവ് ചാർജ്, അതായത് 2 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ചേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് N എന്ന് പറയുന്നത് 2 എടുത്തു. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇവിടെ E0ൻ്റെ വാല്യൂ കൊടുത്തു, ഈ വാല്യൂ കൊടുത്തു, ലോഗ് കേസ് കണ്ടു. ലോഗ് കേസ് ഇത്രയാണെന്ന് കിട്ടി. ലോഗ് കേസ് ഇത്രയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻറ്റി ലോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാനായിട്ട് പറ്റും? Kcയുടെ വാല്യൂ കിട്ടാനായിട്ട് പറ്റും. അത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത് കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ ചോദിക്കില്ലെങ്കിലും വിവരറിയാൻ നമുക്കിത് ചെയ്യണം നല്ലതാണ്. ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടിവിറ്റി സെൽ ഫിൽഡ് വിത്ത് 0.1 moles per liter KCl solution is 100 ohm. If the resistance of the same cell with fitted with 0.02 moles per liter of KCl solution is 520 ohm. Calculate the conductivity and molar conductivity of 0.02 moles per liter KCl solution. Conductivity of 0.1 moles per liter KCl solution is 1.29 S bar m s per m. ശരി, ഇതിൽ എന്തൊക്കെ തന്നിട്ടില്ലെന്ന് നോക്കാം. KCl സൊല്യൂഷൻ ഉണ്ട്. 2 കോൺസെൻട്രേഷനുള്ള KCl സൊല്യൂഷൻസ് ഉണ്ട്. ഒരു കോൺസെൻട്രേഷൻ 0.1 മോൾസ് പെർ ലിറ്റർ, മറ്റൊരു കോൺസെൻട്രേഷൻ 0.02 മോൾസ് പെർ ലിറ്റർ. 0.1 മോൾസ് പെർ ലിറ്റർ ഉള്ള KCl സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ഓം. 0.02 മോൾസ് പെർ ലിറ്റർ KCl സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 520 ഓം. അപ്പോൾ ഒരു കോൺസെൻട്രേഷനും തന്നു, അതിൻ്റെ റെസിസ്റ്റൻസും തന്നു, മറ്റൊരു കോൺസെൻട്രേഷൻ തന്നു, അതിൻ്റെ റെസിസ്റ്റൻസും തന്നു. എന്നിട്ട് സെയിം കണ്ടക്ടിവിറ്റി സെല്ലിലാണ് അവർ മെഷർ ചെയ്യണത്. ഒരെണ്ണത്തിൻ്റെ എന്താ തന്നിട്ടുള്ളത്? കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. മറ്റവൻ്റെ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ഇവർ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടെത്തേണ്ടത്, ഒരു കണ്ടക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? അതിൻ്റെ സെൽ കോൺസ്റ്റൻ്റ് അറിയണം. നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. അപ്പോൾ കണ്ടക്ടിവിറ്റി, ആദ്യത്തെ കണ്ടക്ടിവിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 0.1 മോളാറിൻ്റെ കണ്ടക്ടിവിറ്റി 1.29 × 10⁻⁻² S സെൻറ്റിമീറ്റർ ടു ദ പവർ -1. കുഴപ്പമില്ല, പ്രോബ്ലത്തിൽ തന്ന പോലെ മീറ്റർ ടു ദ പവർ -1 കൊടുത്താലും നമുക്ക് പ്രയാസം വരില്ല. ശരി, ഇനി കോൺസെൻട്രേഷൻ 0.1, അതിൻ്റെ റെസിസ്റ്റൻസ് 100 ഓം.
ഞാൻ പഴയ ഇക്വേഷൻ നമ്മൾ നോക്കി. R is equal to rho into L/A. L/A എന്ന് പറയുന്നതാണ് സെൽ കോൺസ്റ്റൻറ്റ്. 1/ρ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ R is equal to 1/conductivity. 1/ρ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റി, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു 1/conductivity. R is equal to 1/conductivity. റോയ്ക്ക് പകരമാണ് നമ്മളിവിടെ കൊടുത്തത് 1/conductivity നമ്മളിവിടെ കൊടുത്തു, സെൽ കോൺസ്റ്റൻറ്റ്. ഇനി കണ്ടക്ടിവിറ്റി is equal to ചേഞ്ച് ചെയ്തു R ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ് 1/R ഇൻറ്റു കണ്ടക്റ്റൻസ്. നോക്കിയേ ഇക്വേഷൻ, കണ്ടക്ടിവിറ്റി സമം 1/R ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. 1/R എന്ന് പറയുന്നത് കണ്ടക്റ്റൻസ് ആണ്, റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ്. ശരി, നമുക്കത് നോക്കേണ്ട കാര്യമില്ല, നമ്മളിത് വെച്ച് തുടങ്ങുകയാണ്. കണ്ടക്ടിവിറ്റി സമം 1/R ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സെൽ കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു R ഇൻറ്റു കണ്ടക്ടിവിറ്റി. R തന്നിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി അതിൻ്റെ തന്നിട്ടുണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സെൽ കോൺസ്റ്റൻറ്റ് കിട്ടി. അപ്പോൾ 0.1 മോൾസ് പെർ ലിറ്റർ സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസും കിട്ടി. ഇനി ആ സെല്ലിൻ്റെ സെൽ കോൺസ്റ്റൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്? 129 മീറ്റർ ടു ദ പവർ -1. ഇപ്പോൾ സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ നമ്മൾ നോക്കുക. സെൽ കോൺസ്റ്റൻറ്റ് നമുക്ക് ഓർമ്മയിലുണ്ടല്ലോ, സെൽ കോൺസ്റ്റൻറ്റ് എത്രയാണ്? 129 കേട്ടോ. ശരി, ഇനി കോൺസെൻട്രേഷൻ 0.02 മോൾസ് പെർ ലിറ്റർ. റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി നമ്മൾ കൊടുത്തു 1/R ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. കണ്ടക്ടിവിറ്റി കിട്ടുന്നതിന് വേണ്ടി 1/R 1/520, സെൽ കോൺസ്റ്റൻറ്റ് 129. ഇത്രയാണ് കണ്ടക്ടിവിറ്റി. അതായത് 0.02 മോൾസ് പെർ ലിറ്റർ സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്രയാണ്, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ടക്ടിവിറ്റി എന്നുള്ളത് മീറ്റർ ടു ദ പവർ -1 എക്സ്പ്രസ് ചെയ്തത്. യെസ്, മീറ്റർ ടു ദ പവർ -1. നമ്മുടെ ഇക്വേഷൻ കിടക്കുന്നത് ലാംഡ മോൾ. അപ്പോൾ ആദ്യത്തെ ഇത് കിട്ടിയിട്ടോ, കണ്ടക്ടിവിറ്റിയാണ് ഒരു ചോദ്യം, ഒരു ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മോളാർ കണ്ടക്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, മോളാർ കണ്ടക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ലാംഡ മോൾ ഈ സംഗതി ഇവിടെ കൊടുക്കണം. ഇത് നമ്മളിവിടെ കൊടുത്തു. ഇവിടെ നോർമാലിറ്റിയാണ്, അപ്പോൾ ഇക്വേഷൻസ് മാറ്റി എഴുതി. ഇവിടെ മോൾസ് പെർ ലിറ്ററിലാണ് കൊടുക്കുന്നത്, മോൾസ് പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റി. അപ്പോൾ അതുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കോൺസെൻട്രേഷൻ ഇവിടെ 20 മോൾസ് പെർ മീറ്റർ ക്യൂബാക്കി മാറ്റി. ഇക്വേഷൻ മാറ്റി എഴുതി. മുകളിൽ കെ എത്രയൊക്കെ? കണ്ടക്ടിവിറ്റി 0.2488 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 20. നിങ്ങൾക്ക് ആൻസർ ഇത്ര കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോകണം. അടുത്തത് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ്. നോക്കാം. ദയവ് ഇക്വേഷൻ ഇവിടെ എഴുതി കൊടുത്തിരിക്കണം. 6 ഇലക്ട്രോൺസ് ആണ് കൈമാറ്റം ചെയ്യുന്നത് എന്ന ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അവിടെ ചോദിച്ച ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ കൊളംബ് നീഡഡ് ടു റെഡ്യൂസ് 1 മോൾ ഓഫ് Cr2O7 2 നെഗറ്റീവ്. ഇത് മുകളിലല്ല കേട്ടോ, താഴെയാണ് വരേണ്ടത്, അത് തെറ്റിപ്പോയിട്ടുണ്ട്. നീലാവട്ടെ. ഈ ഇക്വേഷനിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. ഉടനെ നമ്മൾ നോക്കുക, 6 ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോണാണ് പോകുന്നതെങ്കിൽ 1 ഫാരഡേ ഓഫ് കറണ്ട്. അതായത് ഒരു ഇലക്ട്രോണിന് എത്ര ചാർജ് വരിക, എത്ര കൊളംബ് വരിക? ലോഗരിതം ടേബിളിൽ നോക്കാം. 1 മോൾ ഇലക്ട്രോണിന് വരുന്നത് എത്രയാണ് വരിക? അതായത് 1 മോൾ ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഇതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. എന്താ 1 ഫാരഡേ എന്ന് പറയുന്നത്? ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അതിന് പറയുന്ന പേരാണ് 1 ഫാരഡേ. അപ്പോൾ ഒരു മോൾ ഓഫ് ഇലക്ട്രോൺ പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവാണ് 1 ഫാരഡേ. ഇവിടെ എത്ര മോൾ ഇലക്ട്രോൺസ് പോകുന്നുണ്ട്? ഇത് 1 മോളാണെങ്കിൽ ഇത് 14 മോൾ H+ കിട്ടും. 6 മോള് ഇലക്ട്രോണാണ് അവിടെ വരുന്നത്. 1 മോളാണെങ്കിൽ 1 ഫാരഡേ, 6 മോളാണെങ്കിലോ 6 ഫാരഡേ. ഫോർമുല നമ്മൾ റിക്കവേർഡ് ചാർജ് NF, N എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 6. അപ്പോൾ 1 ഫാരഡേയുടെ വാല്യൂ കൊളംബിൽ നോക്കി. ഫാരഡേയിലല്ല അവർ ചോദിച്ചിട്ടുള്ളത്. ഫാരഡേയിൽ ചോദിച്ചു കഴിഞ്ഞാൽ 6F എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കൊളംബിൽ നോക്കാൻ പറഞ്ഞു. അപ്പോൾ 1 ഫാരഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96487. സാധാരണഗതി 96500 നമ്മൾ എടുക്കാറ്. ഇവരിവിടെ 96487 കറക്റ്റ് വാല്യൂ അവരെടുത്തു. നേരെ കൊടുത്തു, കൊളംസ് കൊടുത്തു. ഇവിടെ ആൻസർ ഇത്ര കൊളംസ് എന്ന് കിട്ടി.
അപ്പോൾ ഭംഗിയായിട്ട് ആ പ്രോബ്ലംസൊക്കെ ചെയ്ത് വേഗം തന്നെ തയ്യാറാവുക. നമുക്ക് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയിൽ തന്നെ നമുക്ക് പി ബ്ലോക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു.